പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പരമ്പരയാണ് മൗനരാഗം. രസകരമായ കഥാസന്ദർഭങ്ങൾ മൗനരാഗത്തേക്ക് പ്രേക്ഷകരിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. സീരിയലിൽ സ്ത്രീ വേഷത്തിലെത്തുന്ന കഥാപാത്രം പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട്. നടൻ ജിഷ്ണു വിജയനാണ് ഈ കഥാപാത്രം ചെയ്യുന്നത്. വന്ദന, വരുൺ എന്നീ കഥാപാത്രങ്ങളായാണ് ജിഷ്ണു വിജയൻ പ്രേക്ഷകർക്ക് മുൻപിലെത്തുന്നത്. സീരിയലിലേക്ക് വരുന്നതിന് മുൻപേ സോഷ്യൽ മീഡിയയിൽ തിളങ്ങിയ സുന്ദരിയാണ് ജിഷ്ണു വിജയൻ. മെയിൽ ടു ഫീമെയിൽ മേക്ക് ഓവറിലൂടെയാണ് താരം സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത്. പാലക്കാട് ചെറുപ്പളശ്ശേരി സ്വദേശിയാണ് താരം. മോഹിനിയാട്ടം കലാകാരൻ കൂടിയാണ്. വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമാണ് സ്വന്തമായി ഒരു മേക്ക് ഓവർ എന്ന ഭാഗത്തേക്ക് എത്തിച്ചത്. ടിക്ടോക്കിലൂടെ ആയിരുന്നു തുടക്കം. പിന്നീട് ഇൻസ്റ്റയിൽ പതിയെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. ജിഷ്ണുവിന്റെ സ്ത്രീവേഷം നിരവധി ആരാധകരെ താരത്തിന് നേടിക്കൊടുത്തു. ഫാഷൻ ഡിസൈനറായ അമ്മയും കുടുംബവും ഈ ചെറുപ്പക്കാരന്റെ ഒപ്പം കൂടെയുണ്ട്. അമ്മ തന്നെയാണ് ജിഷ്ണുവിനുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നത്. ആൺകുട്ടിയിൽ നിന്നും പെൺകുട്ടിയിലേക്കുള്ള മേക്ക് ഓവറിന് ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും വേണമെന്നാണ് ജിഷ്ണു പറയുന്നത്. പല TV ഷോകളിലും പങ്കെടുത്തിട്ടുള്ള ജിഷ്ണു പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു തമിഴ് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ഇൻസ്റ്റയിലും യൂട്യൂബിലും നിരവധി ആരാധകർ താരത്തിനുണ്ട്. മൗനരാഗത്തിലെ വന്ദന എന്ന ഫീമെയിൽ ക്യാരക്ടർ വളരെ സൂപ്പറായിട്ടും രസകരമായിട്ടും അഭിനയിക്കുന്നുണ്ട് താരം. ചെറുപ്പത്തിൽ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടും ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടിയിട്ടുമുണ്ട് താരത്തിന്. വിജയുടെ സിനിമയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഒന്നിച്ച് ചെയ്തിരിക്കുന്നതിന്റെ വീഡിയോ ഒരെണ്ണം ഇറങ്ങിയിരുന്നു. അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരെണ്ണം ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നത്. അങ്ങനെ മെയിൽ ആൻഡ് ഫീമെയിൽ രീതിയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. ടിക്ടോക്കിൽ അത് നല്ല രീതിയിൽ വൈറലാകുകയും ചെയ്തു. അങ്ങനെ കുറെ വീഡിയോസ് എടുത്തു. അങ്ങനെയാണ് ചെന്നൈയിൽ അസ്മിത എന്നൊരു മാം ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയാണ് ആദ്യം മേക്ക് ഓവർ ചെയ്യാനായി വിളിക്കുന്നത്. അങ്ങനെ അത് ചെയ്തു. അതും വൈറലായി. പിന്നീട് നിരവധി ഷൂട്ടുകളൊക്കെ വന്നു. മോഡലാകാൻ വിളിച്ചു. അങ്ങനെ കരിയർ കയറി തുടങ്ങി. ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്. ഏകദേശം 4 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് യൂട്യൂബ് ചാനലിന്. പിന്നെ ഒരു ആൽബം ചെയ്തു. അതും വൈറലായിരുന്നു. എന്റെ വീഡിയോസ് കണ്ടിട്ട് നിരവധി ആളുകൾ ഞാൻ ട്രാൻസ് ആണോ എന്ന് ചോദിച്ചവരുമുണ്ട്. പെണ്ണായിരുന്നെങ്കിൽ ഞാനൊന്ന് നോക്കിയേനെ എന്ന് പറഞ്ഞ് നിരവധി മെസ്സേജുകളും വന്നിട്ടുണ്ട്. പക്ഷേ ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. ഏഷ്യാനെറ്റിൽ എല്ലാവരും അങ്ങനെ സെലക്ട് ചെയ്യാറില്ല. ക്യാരക്ടറിന് പറ്റിയ ആളാണോ എന്ന് നോക്കിയാണ് സെലക്ട് ചെയ്യുക. ഏഷ്യാനെറ്റുകാർ തന്നെയാണ് സെലക്ട് ചെയ്യുക. കുറെ ആൾക്കാരുടെ ഓഡിഷൻ ഫോട്ടോസ് നോക്കിയിരുന്നു. അവസാനമാണ് എൻ്റെ ഫോട്ടോസ് അയച്ചപ്പോൾ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. പിന്നെ ഇന്റർവ്യൂകൾ കൊടുക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അറിയാം. വീട്ടിൽ ഉൾപ്പെടെയുള്ള എല്ലാവരും സപ്പോർട്ടാണ്. എന്തിനാണ് പെൺവേഷം ചെയ്യുന്നതെന്ന് ആരും ചോദിക്കാറില്ല. എൻ്റെ അമ്മയാണ് കോസ്റ്റ്യൂമുകൾ ഡിസൈൻ ചെയ്ത് തരുന്നത്. സീരിയലിന് വേണ്ടി ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തു. കോസ്റ്റ്യൂമിലും ജ്വല്ലറിയിലും ടെൻഷൻ വന്നിട്ടില്ല. ഒരു ദിവസം ഒരുപാട് സീൻസ് എടുക്കാനുണ്ടാകും. എൻ്റെ കാര്യത്തിൽ മേക്കപ്പും വിഗും സാരിയും അതിൻ്റെ കൂടെ ചൂടും രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങനെ നിൽക്കണം. റീൽസ് ചെയ്യുന്നത് പോലെയല്ല സീരിയൽ. ഡയലോഗ് പറയണം, എക്സ്പ്രഷൻ ഇടണം. തിരിയുന്നതും മറിയുന്നതുമെല്ലാം അവർ പറയുന്നത് പോലെ ആയിരിക്കണം. റീൽസ് നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. ഇത് മറ്റൊരാൾ പറയുന്നത് പോലെ ചെയ്യണം. ഡയറക്ടറുടെ കയ്യിൽ നിന്നും എനിക്ക് ഒരുപാട് ചീത്ത കേൾക്കാറുണ്ട്. ടേക്കുകൾ ഒരുപാട് പോകാറുണ്ട്. കയറുന്ന സമയത്താണ് ഞാൻ ഡയലോഗ് നോക്കുക. ഹലോ കുട്ടിച്ചാത്തൻ എന്ന സീരിയൽ എടുത്ത സംവിധായകനാണ്. അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയ അവസരമായി കാണുന്നെന്നും ജിഷ്ണു ഒരു യൂട്യൂബിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.